ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. ഫങ്കി എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് നിന്ന് അതിന്റെ ഡയറക്ടറായിട്ടുള്ള കെ വി അനുദീപിനെ ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് പോസ്റ്റർ ഇറക്കി. പിന്നെ സർവ 37 എന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് അതിന്റെ റൈറ്റർ ആയിട്ടുള്ള ബാനു ബൊഗവരാപ്പു എന്ന് പറഞ്ഞ ആളുടെ ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് പോസ്റ്റർ ഇറക്കി. പിന്നെ മാസ് ചെതര എന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് ആൾക്ക് ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. ഈ പടത്തിന്റെ ഡയറക്ടറാണ് ആള്, ഈ ബാനു ബൊഗവരാപ്പു എന്ന് പറഞ്ഞിട്ടുള്ള ആള്. പിന്നെ ഡാക്കു മഹാരാജ് എന്ന് പറഞ്ഞ പടത്തിലത്തെ ചിന്നി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിരുന്നു. അത് നല്ല വ്യൂസൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പിന്നെ പടത്തിൽ നിന്ന് ക്രിസ്മസ് ആയിട്ട് ഒരു പോസ്റ്റർ ഇറക്കിയിരുന്നു. അതിൽ ബോബി ഡിയോളിനെ, നണ്ടമുറി ബാലകൃഷ്ണനെ, അതേമാതിരി ശ്രദ്ധ ശ്രീനാഥ്, അങ്ങനെ മിക്ക ക്യാരക്ടേഴ്സിനെ കാണിച്ചിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ വ്യവസായത്തെ ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ ഹിറ്റ് ദ തേർഡ് കേസ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു ക്രിസ്മസ് പോസ്റ്റർ വന്നിരുന്നു. പോസ്റ്റർ നല്ല പോസ്റ്റർ ആയിട്ട് തന്നെ തോന്നി. പിന്നെ RRR ബിഹൈൻഡ് ആൻഡ് ബിയോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള RRRന്റെ ബിഹൈൻഡ് ദ സീനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു പടം പുറത്തിറങ്ങിയിരുന്നു. അത് നെറ്റ്ഫ്ലിക്സിലൂടെ ഇപ്പോൾ സ്ട്രീമിംഗ് ആയിട്ടുണ്ട്. പിന്നെ ബറോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ തിയേറ്ററിൽ റിലീസ് ആയിട്ടുണ്ട്. പടത്തിന് ഡെയിലി കളക്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് സീസൺ 3.50 കോടിയോളം കിട്ടിയായിരുന്നു. പക്ഷേ റൈഫിൾ ക്ലബിനായിട്ട് കളക്ഷൻ ഉണ്ട്. പിന്നെ KMK കുഴന്തൈകൾ മുന്നേറ്റ കഴകം എന്ന് പറഞ്ഞ പടത്തിലത്തെ ഫ്രണ്ട് പോലെ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ശങ്കർ എടുക്കുന്ന രാംചന്ദ്രന്റെ പടം ഇറങ്ങാൻ 13 ദിവസം കൂടിയുള്ളൂ. പിന്നെ ഈ പടത്തിൽ 5 സോങ്ങാണ് ഉള്ളതെന്നാണ് കേട്ടത്. ആ 5 സോങ്ങിന് കൂടിയിട്ട് 92 കോടിയാണ് ബഡ്ജറ്റ് എന്നുള്ളതും കേൾക്കുന്നുണ്ട്. പിന്നെ സംക്രാന്തി വസ്തുത എന്ന് പറഞ്ഞ പടത്തിലത്തെ പൊങ്കൽ സോങ് വരാൻ പോവാണ് ഈ ഡിസംബർ 30 അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ ഇറക്കി. പിന്നെ ദ ബാറ്റ്മാൻ 2 എന്ന് പറഞ്ഞിട്ടുള്ള പടം റിലീസിനെത്താൻ പോവാണ്. അത് ഒക്ടോബർ 1 2027 എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പടം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ജനുവരി 3 സ്ട്രീമിംഗ് ആവുന്നുള്ള അറിയിച്ചു. പിന്നെ കരവലി എന്ന് പറഞ്ഞ പടത്തിന്റെ എന്തൊരു സംഭവം വരുന്നുണ്ട് 29 എന്ന് വെച്ചാൽ നാളെ. പിന്നെ സംക്രാന്തി വസ്തുത എന്ന് പറഞ്ഞ പടത്തിൽ തന്നെ കൂടാരി കട്ടു എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിരുന്നു. അത് 50 മില്യൺ പ്ലസ് വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. അതായത് 450K പ്ലസ് ലൈക്കും കിട്ടിയിട്ടുണ്ട്. പിന്നെ ജോലിയോ ജിംഖാന എന്ന് പറഞ്ഞിട്ടുള്ള പടം ആഹയിലൂടെ ഡിസംബർ 30 പ്രീമിയർ ആവുന്നുള്ള അറിഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ലീക്ക് ആയതാണ് ഇപ്പോൾ. പിന്നെ ബേബി ജോൺ എന്ന് പറഞ്ഞ പടത്തിന്റെ ഫസ്റ്റത്തെ ദിവസത്തിനായിട്ടും വളരെ കളക്ഷൻ കുറവാണ്. രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം 4 കോടി അതിന്റെ താഴെക്കായിട്ടാണ് രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമായിട്ട് കളക്ഷൻ കിട്ടിയിട്ടുള്ളത്. ഇതെല്ലാം ഡിസാസ്റ്റർ ആകാൻ പോവാണ്. പിന്നെ റെട്രോ എന്ന് പറഞ്ഞിട്ട് സൂര്യയുടെ 44ാമത്തെ പടത്തിന്റെ പേര് അറിയിച്ചിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ടീസർ പുറത്തിറക്കിയിരുന്നു. അത് 2 കോടിയിലും കൂടുതൽ വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞ പടത്തിന്റെ പ്രീ ലോഞ്ച് ഇവന്റ് നടക്കാൻ പോവാണ് ഡിസംബർ 29. അതും 3 ഇവന്റാണ് നടക്കാൻ പോകുന്നത് ഒരേ ദിവസം. 11:30 ഹൈലൈറ്റ് മാളിൽ തൃശ്ശൂർ, പിന്നെ 3:30 ലുലു മാളിൽ കോട്ടയത്ത്, പിന്നെ 6 മണിക്ക് ലുലു മാളിൽ തിരുവനന്തപുരത്ത്. പിന്നെ തലവതി വിജയ സച്ചിൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം ഈ ഏപ്രിൽ 2025 റീ റിലീസിന് എത്തുന്നുള്ള അറിഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ സച്ചിൻ എന്ന് പറഞ്ഞിടത്തിന്റെ 20ാമത്തെ ആനിവേഴ്സറിക്ക് റീ റിലീസിന് എത്തുന്നുള്ളത്. എന്തായാലും വരട്ടെ. പിന്നെ റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞിടത്തിന്റെ 9 ദിവസത്തെ കളക്ഷൻ 17 കോടിയാണെന്നുള്ള അറിഞ്ഞിട്ടുണ്ട്. വേൾഡ് വൈഡ് കളക്ഷനാണ്. പിന്നെ പുഷ്പ 2 എന്ന് പറഞ്ഞ ഹിന്ദിയിൽ മാത്രം 740.25 കോടി നേടിയിട്ടുണ്ടെന്ന് അറിയിച്ചു 22 ദിവസം കൊണ്ട്. അതേമാതിരി 22 ദിവസം കൊണ്ട് 1719.5 കോടിയാണ് വേൾഡ് വൈഡ് ആയിട്ട് നേടിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ 1600 ലെവലിലായിട്ടുള്ള കളക്ഷൻ. പിന്നെ ഹരിഹര വീരമല്ലു എന്ന് പറഞ്ഞിടത്തിന്റെ ഫസ്റ്റ് സിംഗിൾ ഈ ജനുവരി 1 ഉണ്ടാവും എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ടല്ലോ, പക്ഷേ റൂമർ കേൾക്കുന്നുണ്ട്. പിന്നെ വിടാമരിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള അജിത് കുമാറും തൃശ്ശൂർ അഭിനയിക്കുന്ന പടം ആ പടത്തിലത്തെ സവദീക്കാന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് സിംഗിൾ എന്തായാലും 1 മണിക്ക് വരും എന്ന് പറഞ്ഞിരുന്നു. വന്നിട്ടുണ്ട്. പാട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ള താഴെ കമന്റ് ചെയ്യുക. വിഷ്വൽസും കാര്യങ്ങളൊക്കെ കൊള്ളാം, പക്ഷെ പാട്ട് എന്തോ എനിക്ക് വർക്കായില്ല. എന്തായാലും ട്രെൻഡിങ്ങിലൊക്കെയാണ് പാട്ട്. ഇപ്പോൾ കേൾക്കാത്തവരുണ്ടെങ്കിൽ കേട്ട് നോക്കി. അനിരുദ്ധാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. പിന്നെ പടത്തിന്റെ മിഡിൽ ഈസ്റ്റിലുള്ള ഡിസ്ട്രിബ്യൂഷനൊക്കെ എടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഫിലിംസ് ആണ്. കേരളത്തിലത്തെ റിലീസ് ശ്രീഗോകുലം മൂവീസ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ കർണാടകയിൽ റിലീസിന് എത്തിക്കുന്നത് സ്വാഗത് എന്റർപ്രൈസസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. പിന്നെ ടിക്കറ്റ് ആക്കാൻ പറഞ്ഞിട്ടുള്ള ആസിഫലിന്റെ പടത്തിന്റെ ഷൂട്ടിംഗ് ഈ മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ 2025 ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് ആസിഫലിനെ കൺഫേം ചെയ്തിട്ടുണ്ട്. പടത്തിന്റെ റിലീസ് സെപ്റ്റംബറിലൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. 2025 ഒരു ആക്ഷൻ പടമായിട്ട് വരുന്ന പടമാണ്. എന്തായാലും ഗംഭീരാവുന്നതിന് പ്രതീക്ഷിക്കാം. പിന്നെ ബബ്ബ എന്ന് പറഞ്ഞിട്ടുള്ള ദിലീപ് അഭിനയിക്കുന്ന പടം, അതിൽ വിനീത് ശ്രീനിവാസനും അതേമാതിരി ധ്യാൻ ശ്രീനിവാസനും ഒക്കെ ഉണ്ട്. എന്തായാലും പടം ഒരു കോമഡി ആക്ഷൻ ത്രില്ലർ പടമായിട്ടാണ് വരുന്നത്. എന്തായാലും അത് നല്ല പടം തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ സുരേഷ് ഗോപിയുടെ ഒറ്റക്കൊമ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഡിസംബർ 29 സ്റ്റാർട്ട് ചെയ്യുന്നുള്ള കേൾക്കുന്നുണ്ട്. എന്നുവെച്ചാൽ നാളെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. പിന്നെ മോഹൻലാൽ ജിത്തു ജോസഫ് ഒന്നിക്കാൻ പോവാണ്. ഒന്നാമത്തെ ഞാൻ നേരത്തെ പറഞ്ഞ ദൃശ്യം 3 എന്ന് പറഞ്ഞ പടത്തിനാണ്. അതിൻ്റെ അനൗൺസ്മെന്റ് മിക്കവാറും ഈ ജനുവരി 25 ഉണ്ടാവും എന്നുള്ള പറഞ്ഞു കേൾക്കുന്നുണ്ട്. പിന്നെ അത് കൂടാതെ മോഹൻലാൽ പോലീസായി തന്നെ ഒരു കഥാപാത്രമായിട്ടുള്ളൊരു പടം ഉണ്ടാവും എന്നുള്ള പറഞ്ഞു കേൾക്കുന്നുണ്ട് ജിത്തു ജോസഫിനായിട്ട്. എന്തായാലും 2 പേരുടെ ഗംഭീരാവുന്നതിനെ പ്രതീക്ഷിക്കാം. പിന്നെ SS രാജമൗലി എടുക്കുന്ന സൂപ്പർ സ്റ്റാർ മഹേഷോബിന്റെ 29ാമത്തെ പടം SSMB 29 എന്ന് പറഞ്ഞിട്ടുള്ള പടം. ആ പടത്തിൽ നായികയായിട്ട് പ്രിയങ്ക ചോപ്ര എന്ന് വരികയെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഏകദേശം കൺഫേം ആയി. പിന്നെ പൃഥ്വിരാജ് സുകുമാരനും ഉണ്ടാവും എന്നുള്ള പറഞ്ഞു കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ വില്ലനായിട്ടായിരിക്കാം. എന്തായാലും പടത്തിന്റെ ഷൂട്ടിംഗ് ഏപ്രിൽ 2025 സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേൾക്കുന്നത്. പിന്നെ മാർക്കോ എന്ന് പറഞ്ഞ പടത്തിന് ഇപ്പോഴും ഹൗസ്ഫുൾ ഷോസൊക്കെ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും 7 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ആയിട്ട് 53.5 കോടിയോളം നേടിയിട്ടുണ്ട്. 8 ദിവസം കൊണ്ട് 57 കോടിക്ക് എത്തിയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ഏകദേശം 30 കോടിയുടെ അടുത്തേക്കാണ് എത്തിയിട്ടുള്ളത്. എന്തായാലും ഉണ്ണിമുന്തന്റെ വലിയ കളക്ഷൻ കിട്ടുന്ന പടം തന്നെ ആയിരിക്കും ഇത്. പിന്നെ പടത്തിന്റെ ഹിന്ദി വെർഷൻസിന് ഞാൻ പറഞ്ഞതിന് നല്ല അഭിപ്രായം എന്നുള്ളത്. എന്തായാലും ഫസ്റ്റ് വീക്കിൽ ആകെ കൂടിയിട്ട് 29 ലക്ഷമാണ് നേടാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ ഫസ്റ്റ് വീക്ക് കഴിഞ്ഞിട്ട് 8ാമത്തെ ദിവസമായേക്ക് അന്ന് മാത്രം 25 ലക്ഷം കിട്ടിയിട്ടുണ്ട് പടത്തിൽ നിന്ന്, ഹിന്ദിയിൽ മാത്രം. എന്തായാലും ഗംഭീര പോക്കന്നായിരിക്കും പോകുന്നുണ്ടാവുക. പിന്നെ 140 കൂടുതൽ എക്സ്ട്രാ ഷോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഹിന്ദിയിൽ. പിന്നെ സിക്കന്ദർ എന്ന് പറഞ്ഞിട്ടുള്ള സൽമാൻ ഖാൻ്റെ പടം മുരുകദോസാണ് പടം ഡയറക്ഷൻ ചെയ്യുന്നത്. ആ പടത്തിൻ്റെ ടീച്ചർ ഇന്നലെ 11:07 വരും എന്ന് പറഞ്ഞു രാവിലെ. പക്ഷേ അത് മാറ്റിയിട്ട് ഇന്ന് രാവിലെ 11:07 ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ വന്നിട്ടില്ല. വീണ്ടും ഒരു ടൈം മാറ്റിയിട്ട് 4:05 ആക്കിയിട്ടുണ്ട്.
എന്തായാലും ഇപ്പോൾ 4-5 ടീച്ചർ വന്നിട്ടുണ്ട്. ടീച്ചർ പ്രതീക്ഷ പോലെ നല്ല നോർമൽ ഒരു ആവറേജ് ടീച്ചറായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ വേറെ ലെവലിൽ ടീച്ചറാവുന്നതാണ് പ്രതീക്ഷയും. പക്ഷേ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ രസമുണ്ട്. ഇനി കൂടുതൽ ട്രെയിലറും പടം വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.